ഇക്കുറിയും ട്രംപ് എത്തിയത് സെലൻസ്കിയെ വിരട്ടാനും പുടിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാനുമാണ്. എന്നാൽ യൂറോപ്യൻ നേതാക്കളെല്ലാം ഒരുമിച്ച് എതിർത്തതോടെ ട്രംപിന് പിന്മാറേണ്ടി വന്നു. പഴയതിനേക്കാൾ ദുർബലനായിരിക്കുന്നു ട്രംപ് എന്നതിന്റെ മറ്റൊരു തെളിവായി ഇത് മാറുന്നു. പുടിന് മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിന്ന ട്രംപ് യൂറോപ്യൻ നേതാക്കളോടും കലഹിക്കാൻ തയ്യാറാവാതെ അവർ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. ട്രംപിന്റെ രീതി ഇതല്ല. താൻ പറയാനുള്ളതൊക്കെ പറയും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, മറ്റുള്ളവർ അതനുസരിക്കുക എന്ന രീതിയാണ്. എന്നാൽ പുടിന്റെ അടുത്ത് അത് നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് പുടിൻ പറഞ്ഞതൊക്കെ ആദരവോടെ കേട്ടുമടങ്ങിയ ട്രംപിന് യൂറോപ്യൻ നേതാക്കൾക്ക് മുമ്പിലും നിശബ്ദത പാലിക്കേണ്ടി വന്നു. അങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചയാണ് എന്ന നിലപാടിലേക്ക് ഇന്നലത്തെ സമ്മിറ്റ് മാറിയത്. അതിന്റെ ഭാഗമായി ചർച്ചയ്ക്കിടയിൽ തന്നെ ട്രംപ് എന്നിട്ട് 40 മിനിറ്റോളം പുടിനോട് സംസാരിച്ചു. സെലൻസ്കിയും പുടിനും തമ്മിലുള്ള സമ്മിറ്റിന് പുടിൻ തത്വത്തിൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അത് സത്യമാണോ എന്ന് ഈ ദിവസങ്ങളിൽ അറിയാം. അവർ തമ്മിൽ ചർച്ച നടത്തി പ്രാഥമിക കാര്യങ്ങളിൽ തീരുമാനമെടുത്തതിന് ശേഷം വെടിനിർത്തലിലേക്ക് പോവാം എന്നാണ് ആവശ്യം. ഫ്രാൻസും ജർമ്മനിയും ഒരുപോലെ ആവശ്യപ്പെട്ടത് ചർച്ച തുടങ്ങിയ സ്ഥിതിക്ക് വെടിനിർത്തൽ തൽക്കാലത്തേക്ക് വേണമെന്നാണ്. എന്നാൽ അതിന് പുടിൻ വഴങ്ങുന്നില്ല, ട്രംപ് അത് ഗൗനിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമ്മിറ്റ് ഫലപ്രദമാണ്, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും എന്നൊക്കെ കരുതുന്നവർ ഏറെയുണ്ടെങ്കിലും പ്രതിസന്ധിയുടെ ആഴം അവർ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഈ സമ്മിറ്റ് ചീറ്റിപ്പോയി എന്നതാണ് വാസ്തവം.